നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കരുതി വച്ചിട്ടുണ്ട് നിനക്കും, കാത്തിരുന്ന് വാങ്ങിച്ചു. മോനെ കാർത്തി, മനസ്സിന് ഇഷ്ടമില്ലാത്ത പലതും നടക്കും. തൽക്കാലത്തേക്ക് അത് മറന്നു കളയാം. ഇവളുണ്ടെങ്കിൽ ചെമ്പകമംഗലത്ത് എന്നും യുദ്ധം ഉണ്ടാവുള്ളൂ. എനിക്ക് യുദ്ധം കാണാൻ വലിയ ഇഷ്ടം. എന്താ ഞാൻ ചോദിച്ചതിന് ആർക്കും മറുപടിയില്ല. മുത്തശ്ശൻ പറഞ്ഞ ഓപ്ഷൻ എല്ലാവർക്കും സ്വീകാര്യമാവുമെന്ന്. സ്വീകാര്യമാവും. ചെമ്പകമംഗലത്തിന്റെ ഒരു ഗതികേടെ. ആ വ്യവസ്ഥ ഞാൻ അംഗീകരിക്കാം, പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇത്രയും നാള് ഞാൻ ചെമ്പകമംഗലത്ത് തുടർന്നത് വലിഞ്ഞു കയറി വന്ന ഒരു അഭയാർത്ഥിയെ പോലെയായിരുന്നു. ഇനി മുതൽ അത് പാടില്ല. ആ അത് ന്യായം. ഇനി മുതല് ചെമ്പകമംഗലത്തെ വാതുക്കല് ഒരു കസേരയിട്ടങ്ങിരുന്നോണം. അല്ല, പെട്ടെന്ന് ബോധം പോയി എന്തോ പറഞ്ഞതാ. ഇത് അമ്പലമല്ലേ? എന്നെ ആരും വഴക്ക് പറയാൻ പാടില്ല. എനിക്ക് അർഹമായ സ്ഥാനം ചെമ്പകമംഗലത്ത് വേണം. എനിക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും അവിടെ ഉണ്ടായാ ആ നിമിഷം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകും. ഒരു വീടാകുമ്പോ അഭിപ്രായവും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും. അതൊന്നും എന്നോട് പാടില്ല. എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണം. സമ്മതിച്ചോ? സമ്മതിച്ചു. വാക്ക് വാക്ക്. എങ്കിൽ പിന്നെ ബാക്കിയെല്ലാം മുറ പോലെ നടക്കട്ടെ. ഇവിടെ വെച്ച് ഇപ്പൊ എന്റെ മകളുടെ ചോറൂണ് നടക്കണം. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ കാർത്തിക് കുഞ്ഞിനെ മടിയിലിരുത്തി ചോറ് കൊടുക്കണം. എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ രാജലക്ഷ്മി. വാ. എന്തായി തീരുമാനം? കുട്ടിക്ക് ചോറ് കൊടുക്കാൻ തീരുമാനമായി തിരുമേനി. നല്ല കാര്യം. ഒരു കാര്യം കൂടി, അന്നപൂർണേശ്വരിയുടെ തിരുനടയിൽ വെച്ച് ഒരു കുഞ്ഞിന് അന്നം കൊടുക്കുമ്പോ പ്രാർത്ഥനയോടെ നിൽക്കണം. ക്ഷേത്രത്തിൽ ചില ആചാരങ്ങളൊക്കെയുണ്ട്. അത് ലംഘിച്ചാൽ എന്റെ വിധം മാറും. ഉപനയനം കഴിഞ്ഞ് പൂടൂലിട്ടിരിക്കുന്നതേ ദൈവത്തിന് പൂജ ചെയ്യാൻ തന്നെയാണ്. പൂജാരികളെല്ലാം മണ്ടന്മാരാണെന്ന് നിങ്ങൾ കരുതരുത്. ആ, ഇരുന്നിട്ട് കുഞ്ഞിനെ വാങ്ങി മടിയിലിരുത്തി ചോറ് കൊടുക്കുക. മീനാക്ഷി ഇരിക്കെ. ഇതെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? മീനാക്ഷി എന്റെ ഭാര്യയാണ്. ഭാര്യ വേറെ, കുഞ്ഞിന്റെ അമ്മ വേറെ. കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോ കുഞ്ഞിന്റെ അമ്മയാ കൂടെ ഇരിക്കേണ്ടത്, അല്ലാതെ കണ്ടവളുമാരല്ല. അതൊന്നും നടക്കില്ല. നീ ഒന്ന് എന്റെ അടുത്തിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹാ, എങ്കില് ചോറൂണ് നടക്കില്ല. ചോറൂണെന്നല്ല, ഒരു കാര്യവും നടക്കില്ല. കുഞ്ഞിനെ ഞാനങ്ങ് കൊണ്ടുപോകും. നീ രണ്ടും കൽപ്പിച്ചാണല്ലടി നിന്നെ ഞാൻ. ദിസ് ഈസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. പോലീസിന് ഇടപെടേണ്ടി വരും. നന്ദിനി, വേണ്ട.
എടുത്തേ. സഹിച്ചേ പറ്റൂ. മോളെ മീനാക്ഷി, മോള് മാറിക്കൊടുക്ക. പ്രസവിച്ചതിന്റെ പേരില് അവളാണല്ലോ അമ്മ. അവള് തന്നെ ഇരിക്കട്ടെ. ഇവളൊന്നും എന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല. അവളെ ഇരിക്കൂ. നീ ഇരുന്നോ. തിരുനടയ്ക്ക് നേരെയാ നീ ഇപ്പോ. ആ ശ്രീകോവിലിനകത്തൊരു സാക്ഷിയുണ്ട്. അസുര ജന്മങ്ങളെ മുച്ചൂട് മുടിച്ച സാക്ഷാൽ ദുർഗാദേവി. കരുതി വച്ചിട്ടുണ്ട് നിനക്കും. കാത്തിരുന്നു വാങ്ങിച്ചു. മോനെ കാർത്തി, മനസ്സിന് ഇഷ്ടമില്ലാത്ത പലതും നടക്കും. തൽക്കാലത്തേക്ക് അത് മറന്നു കളയാം. എന്നിട്ട് പ്രാർത്ഥനയോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കുഞ്ഞിന് ചോറ് കൊടുക്കുക. മോളെ, എടീ, ഇനി അങ്ങോട്ട് നിന്റെ ജീവിതം മുഴുവൻ തോരാമഴ പെയ്യുന്ന പാതിരാത്രികളല്ല, കണ്ണീർ കടലായിരിക്കും. കരഞ്ഞ് കരഞ്ഞ് നീ എന്നൊടുങ്ങുന്നോ അന്നേ ഞാൻ ഈ ചെമ്പകമംഗലത്ത് നിന്ന് പോകും. രാജലക്ഷ്മി അമ്മ, ഇങ്ങനെയെങ്കിലും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. തൽക്കാലം നിങ്ങളുടെ റോള് കഴിഞ്ഞില്ലേ? ഇല്ല, തുടങ്ങുകയാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനാണ് രാജലക്ഷ്മി അമ്മയുടെ മുന്നിലേക്ക് വന്നത്. ഓഹോ, ഇനിയും ഉണ്ട്. ഉണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കാറായി. അതിന് ഞാൻ റിസീവർ ആയതുകൊണ്ട് പറയുക, ആ ഉടവാൾ ഉത്സവ സമയത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.